കൊച്ചി ഇന്ത്യൻ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. ബാങ്കിന്റെ ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് കമ്പനി തട്ടിയത് 29 കോടി രൂപയാണ്. റിയാദ് ഇന്ത്യൻ കോൺസുലേറ്റിലെയും മസ്കറ്റ് എംബസിയുടെയും വ്യാജ അറ്റസ്റ്റ് രേഖ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 27 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു തട്ടിപ്പ്, 27 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനുള്ള നീക്കമാണല്ലോ. സ്വപ്ന, ഈ ഇന്ത്യൻ ബാങ്കിന്റെ ഡയറക്ട് സെല്ലിംഗ് ഏജൻസി വഴി നടത്തിയിട്ടുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഏതായാലും ഇപ്പോൾ റോട്ടിലുള്ള ശാഖയിൽ മാത്രമാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏതായാലും പുറത്തേക്ക് വരുന്നത്. മൈമോ ഫിനാൻസ് എന്ന ഒരു കമ്പനി വഴിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവർ NRI അക്കൗണ്ടുകൾക്ക് വേണ്ടി ഭവന വായ്പ അടക്കമുള്ള വായ്പകൾക്ക് വേണ്ടിയുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. ഈ തട്ടിപ്പിന് വേണ്ടി നിരവധിയായിട്ടുള്ള വ്യാജരേഖകൾ അടക്കം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റിയാദ് ഒപ്പം തന്നെ മസ്കറ്റ് എംബസികളുടെ വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇതിന് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഇതിൽ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 27 പേർക്കെതിരായിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു അന്വേഷണം വലിയ രീതിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് ഇതിന്റെ അന്വേഷണം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി ഈ ഇന്ത്യൻ ബാങ്കിന്റെ മറ്റ് ശാഖകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. സ്വപ്ന, വിഷയം അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലിലൂടെ മാത്രം, അതായത് റിയാദ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും മസ്കറ്റ് എംബസിയുടെയും ഒക്കെ വ്യാജ അറ്റസ്റ്റ് രേഖ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സമാനമായ സംഭവങ്ങൾ മറ്റ് ബാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ടോ, ഇന്ത്യൻ ബാങ്കുകളുടെ മറ്റ് ശാഖകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. സ്വാഭാവികമായും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തന്നെയാണ് അതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. കിരണാണ് വിവരങ്ങൾ നൽകി.